ഉറങ്ങുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഫുൾ ടൈം ഉറക്കമാണ്. അതായത് രാത്രി കിടക്കുമ്പോഴേ ഉറക്കമാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറക്കം മതിയായിട്ടില്ല, വീണ്ടും ഉറങ്ങണം, വീണ്ടും കിടക്കണം. ഒരു കുറച്ച് നേരം കൂടെ കിട്ടിയാൽ അത്രയും നല്ലത്. അതേപോലെ നമുക്ക് ഒന്ന് ഓക്കെ ആക്റ്റീവായിട്ട് വരാൻ ചിലപ്പം 10-11 മണിയൊക്കെ രാവിലെ ആകുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. പലപ്പോഴും ഉറക്കം ആദ്യം ഉറങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ ഉറക്കം അങ്ങ് പോയി, പിന്നെ ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നെ രാത്രിയിൽ പല സ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ ഭയങ്കരമായിട്ടും നെഞ്ചിടിപ്പ് കൂടുന്നു, വേർക്കുന്നു, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. 1 മണി 2 മണി 3 മണി ഈ സമയത്താണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അവരുടെ മെയിനായിട്ട് ഗട്ട് റിലേറ്റഡ് ആണ് ഇഷ്യൂസ്, വയറ് സംബന്ധമായിട്ടുള്ളതാണ്. അതിനകത്ത് വിരയുടെ കാര്യങ്ങൾ വരും, അസിഡിറ്റി പ്രശ്നങ്ങൾ വരും, അങ്ങനെ പല കാര്യം. ഓരോ സമയത്ത് എഴുന്നേൽക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. രാവിലെ വേഗം എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ കാരണം വേറെയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്ര ഉറങ്ങിയാലും ശരീരത്തിന് ഉറക്കം വീണ്ടും വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശരീരത്തിന് ഡെഫിഷ്യൻസീസ് ഉണ്ട്, പോഷകക്കുറവുകളുണ്ട്, അസിഡിറ്റി പ്രശ്നമുണ്ട്, തൈറോയ്ഡ് ബുദ്ധിമുട്ടുകളുണ്ട്, സ്ട്രെസ് ആങ്സൈറ്റി ലെവൽ കൂടുതലാണ്. ഇതിനകത്ത് പോഷകക്കുറവിനകത്ത് മെയിനായിട്ട് സംഭവിക്കുന്നത് അയൺ കണ്ടന്റ് കുറയുന്നത്, വിറ്റമിൻ ഡി കുറയുന്നത്, B12 കുറയുന്നത്. ഈ പറയുന്ന പോഷകങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ആസിഡ് പ്രൊഡക്ഷൻ്റെ അളവ് കൂടുന്നത് പ്രശ്നമാണ്. അതേപോലെ തന്നെ അലർജി ആയിട്ടുള്ള ടെൻഡൻസി ഉള്ള ഫുഡുകൾ, പ്രത്യേകിച്ച് ഈ പാല്, ഗോതമ്പ്, മൈദ ഐറ്റംസ്, നിലക്കടല, ഈ പറയുന്ന ചില മീനുകൾ, അയല, ചൂര, ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, അങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങൾ കുടലിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഇത് പ്രശ്നം ഉണ്ടാക്കും. ഇതിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിരയും ഫംഗസുമാണ്. വിരയുടെ അളവ് കൂടിയാലും ഫംഗസ് കൂടിയാലും ഈ പറയുന്ന നൈറ്റ് റിപ്പീറ്റഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത് എത്ര ഉറങ്ങിയാലും നമ്മുടെ ഉറക്കം മാറാത്തതിൻ്റെ മെയിൻ കാര്യം. എന്നാൽ മെയിൻ സമയത്ത് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറക്കം ക്ലിയർ ആവത്തുമില്ല. ബാക്കി എല്ലാ സമയത്തും ഇങ്ങനെ തൂങ്ങി നടക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പം ഇതിനൊരു റൂട്ട് കോസ് ഉണ്ട്. ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഉറക്കത്തിന് മരുന്ന് എടുത്തിട്ട് കാര്യമില്ല. അത് ഭയങ്കര ഒരു മണ്ടത്തര പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് കാരണം എന്നറിയാതെ ചുമ്മാ ഉറക്കത്തിന് ബോധം കടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനകത്ത് ഏത് കുറവുണ്ടോ ആ കുറവുകൾ നികത്തണം, ഏത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെ ക്ലിയർ ആക്കണം, ഏത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് വരുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ്സിൽ എന്താ ചേഞ്ചസ് വരുന്നത്, ആ ശരീരപ്രകൃതത്തിന് ഏത് പറ്റത്തില്ല എന്ന് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ട്രീറ്റ് ചെയ്തിട്ട് എടുത്തെങ്കിൽ മാത്രമേ ആ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തൂങ്ങി നടക്കാൻ നല്ലാതെ യാതൊരു മെച്ചം ഉണ്ടാകത്തില്ല.